ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് സോഡാപ്പൊടിയോ തേങ്ങയോ തേങ്ങ വെള്ളമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അപ്പം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ റേഷൻ കടയിലുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നല്ലതുപോലെ ഒന്ന് 2-3 വെള്ളം ഒന്ന് കഴുകിയ ശേഷം 3 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ പച്ചരി ഞാൻ കുതിർക്കാൻ ഇട്ടിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതാ ഇവിടെ ഇത് കുറച്ച് അളവിൽ പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങയോ തേങ്ങ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ അതാ ഇവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന അരിയും അതേ അളവിൽ തന്നെ ചോറും എടുത്ത് ഈസ്റ്റും ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ കലക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് തലേ ദിവസം ആട്ടി വെച്ചത് പിറ്റെന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതവിടെ മാവ് എടുത്തപ്പോൾ തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി മിക്സ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങയൊക്കെ ചേർക്കുന്നേക്കാളും നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു പരുവത്തിലാണ് കലക്കി എല്ലാം എടുത്തിരിക്കുന്നത്. കണ്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ തലേദിവസം ആട്ടി വെച്ച അതേ മാവ് തന്നെ ആ ഉപ്പും ചേർത്തൊന്ന് കലക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ആയ ശേഷം നമ്മൾ ചുടാൻ നേരത്ത് ഒന്നും കൂടെ ഒന്ന് മാവ് കലക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന അതായത് അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി, ഞാനിപ്പോൾ ഇവിടെ ചെറിയ തവി ആയതുകൊണ്ട് തന്നെ ഒരു തവിയും കുറച്ചും കൂടി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതവിടെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി നല്ല പഞ്ഞിയും പോലത്തെ അപ്പമാണ്. അപ്പോൾ നമ്മൾ അപ്പം ഒന്ന് കറക്കിയ ശേഷം ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് അതിനെ ഒന്ന് നല്ലതുപോലെ കുമിളയൊന്ന് വരണം അതിന് ശേഷം വേണം നമ്മളിതിനെ മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അപ്പം നല്ലതുപോലെ വെന്ത് പഞ്ഞി പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ പച്ചരിക്ക് പകരം അരിപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി ഇതാ ഇവിടെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.